ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 9 തുടരുന്നു. ബോധസ്വരൂപനായ ദൈവം ദയാസമുദ്രമാണ്. അഖണ്ഡമായ ബോധവും ആനന്ദവുമാണ് ദൈവസ്വരൂപമെന്ന് നാം പലതവണ ചർച്ച ചെയ്തുറപ്പിച്ചിട്ടുണ്ടല്ലോ. ഗുരുദേവൻ ഈ പദ്യത്തിൽ അതെടുത്തു പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അരൂപനായ ദൈവത്തിന് ആജ്ഞാശക്തിയും രക്ഷാശക്തിയും എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ശങ്കിക്കുന്നെങ്കിൽ ഭഗവാൻ ബോധാനന്ദ സ്വരൂപനാണെന്ന് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ സ്വരൂപമായ ബോധവും ആനന്ദവും കൂടുതൽ കൂടുതൽ മറമാറ്റി തെളിയിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു ദീനൻ്റെയും ദുഃഖം കടന്നു കിട്ടുന്നതാണ്. അതുപോലെ ബോധമാണല്ലോ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ബോധസ്വരൂപനായ ഈശ്വരന് ആജ്ഞാശക്തിക്കും ഒരു കുറവും ഉണ്ടാകാനിടയില്ല. ശക്തികളൊക്കെ ബോധവസ്തുവിന് ഉള്ളതാണ്. ജഡോപകരണങ്ങളെ സങ്കല്പമാത്രത്താൽ തന്നെ നിർമ്മിക്കുവാനും അഴിക്കാനും ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ജഡോപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് തന്നെ തൻ്റെ ആജ്ഞാശക്തിയും രക്ഷാശക്തിയും ദൈവത്തിന് നിലനിർത്തുകയും ചെയ്യാം. വാസ്തവത്തിൽ ജീവജാലങ്ങൾ പരസ്പരം നടത്തുന്ന ശിക്ഷകളും രക്ഷകളും ദൈവം തൻ്റെ ഉപകരണങ്ങളെ കൊണ്ട് നടത്തിക്കുന്നത് തന്നെയാണെന്ന് സത്യദർശികൾക്ക് നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട്. അഹങ്കരിക്കുന്ന അല്പബുദ്ധിയായ മനുഷ്യന് മാത്രമേ തൻ്റെ കഴിവുകൊണ്ടാണ് പലതും നടക്കുന്നതെന്ന് അഭിമാനിക്കാൻ പറ്റൂ. ഈ ജീവിത രഹസ്യം ധരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ജഗത് ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണെന്ന് സത്യം കണ്ടവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. തന്നെ അഭയം പ്രാപിക്കുന്നവരെ തക്ക സമയത്ത് രക്ഷിക്കാൻ ദൈവത്തിന് ഈ ലോകത്തുള്ള ഏത് ഉപകരണത്തെയും നിയോഗിക്കാവുന്നതാണ്. ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് നോക്കുക. സർവദാ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവദാ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ദൈവത്തിന് എല്ലായിടത്തും കൈയും കാലുമുണ്ട്. എല്ലായിടത്തും കണ്ണും തലയും മുഖവുമുണ്ട്. എല്ലായിടത്തും കാതുണ്ട്. എന്തിന്? ദൈവം ലോകത്തെ അകവും പുറവും നിറഞ്ഞ് രക്ഷിച്ചു പോരുന്നു. ബോധസ്വരൂപമായ വസ്തുവിന് മാത്രമേ ഈ രക്ഷാശക്തി ഉളവാക്കി പ്രവർത്തിപ്പിക്കാൻ പറ്റൂ എന്ന് വെളിപ്പെടുത്താനാണ് ഗുരുദേവൻ ചിദാനന്ദ എന്ന സംബോധന പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവസ്വരൂപം അനന്തമായ ആനന്ദമാണെന്ന് നാം തെളിയിച്ചിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ ദുഃഖമുളവാക്കുന്ന യാതൊന്നും ദൈവത്തിൻ്റെ ശുദ്ധ സ്വരൂപമല്ല. ദുഃഖകാരണങ്ങളായ ജഡദർശനങ്ങളെല്ലാം കയറിൽ സർപ്പമെന്ന പോലെ ദൈവത്തിൽ മായയുണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകൾ മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ശുദ്ധ രൂപത്തെ സമീപിക്കും തോറും ഒരാൾക്ക് അതിരില്ലാത്ത ആനന്ദം മറമാറി തെളിയുമെന്ന് സിദ്ധമാകുന്നു. ദൈവാനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നതോടെ ബുദ്ധി തെളിഞ്ഞു കിട്ടും. അതോടെ ഏത് ജീവിത പ്രശ്നവും തികഞ്ഞ ബുദ്ധിലാഘവത്തോടെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനും കഴിയും. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാഭം ഒന്നു മതി എന്ന് ഗുരുദേവൻ തന്നെ ഈ അനുഭവ രഹസ്യം ജനനീ നവരത്ന മഞ്ജരിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യലാഭം കൊണ്ടുണ്ടാകുന്ന ലാഘവം എല്ലാ മതമത്സരാദികളെയും അകറ്റുന്നു. ബുദ്ധി പിന്നെ കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുകയില്ല. ഈ സത്യലാഭം തന്നെയാണ് ജീവിത സാഫല്യം. തന്നെ സമീപിക്കുന്നവരൊക്കെ
നിയമേന ഈ ജീവിതലാഘവം നൽകി അനുഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ദൈവം ദയാസിന്ധു ആണെന്ന് ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നു. ദൈവത്തെ കണ്ടിട്ടുള്ളവരായി അറിയപ്പെടുന്നവരൊക്കെ ദൈവം ദയാസിന്ധു ആണെന്നുള്ളതിന് തെളിവാണ്. ശ്രീബുദ്ധൻ തുടങ്ങി ശ്രീനാരായണ ഗുരുദേവൻ വരെ ലോകത്തിൻ്റെ മേൽ അതിരറ്റ ദയ ചൊരിഞ്ഞത് ആ ദയാസിന്ധുവിൽ നിന്ന് കോരിപ്പകർന്നത് തന്നെയായിരുന്നു. ദൈവഗുണങ്ങൾ പരീക്ഷിച്ചറിയാനുള്ള ശാലകളാണ് ജീവൻ മുക്തരായ സത്യപുരുഷന്മാർ. അവർക്ക് മറ്റാരിൽ നിന്നും ഇങ്ങോട്ട് യാതൊന്നും പ്രതീക്ഷയില്ല. അവർ നേടേണ്ടത് നേടിയവരാണ്, എത്തേണ്ടടുത്ത് എത്തിയവരാണ്. അപമാനത്തിന് പകരമായി പോലും കാരുണ്യം നൽകാൻ സദാ തയ്യാറാണ്. ദൈവത്തിൽ നിന്നും ഈ കഴിവുകളെല്ലാം പകർന്നെടുത്ത് ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിച്ച ശേഷമാണ് ദൈവം ദയാസിന്ധുവാണെന്ന് ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു ദയാസിന്ധു ഉണ്ടെങ്കിൽ ആ കാരുണ്യ സമുദ്രത്തെ എല്ലാവരും ഉണ്ടെന്നറിയുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുന്നത്. സത്യജിജ്ഞാസുക്കളായ ജനങ്ങളോട് ദൈവത്തിന് ഈ വിജയം നേരാനാണ് ദയാസിന്ധു ജയിക്കുക എന്ന ഭാഗം കൊണ്ട് ആവശ്യപ്പെടുന്നത്. തുടരും.